UAE-യിൽ എത്തിച്ചേർന്ന എല്ലാ അതിഥികളായ ജോലിക്കാർക്കും ഹൃദ്യമായ സ്വാഗതം. UAE-യെ താങ്കളുടെ രണ്ടാം നാടായി തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ രാജ്യത്തേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യും. കൂടാതെ നിങ്ങളുടെ ഇവിടുത്തെ താമസവും ജോലിയും നിങ്ങൾ ആസ്വദിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പുതിയ തൊഴിൽ നിയമങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: നിങ്ങളുടെ നിയമന ചെലവുകളും UAE-യിലേക്കുള്ള യാത്രാ ചെലവുകളും നിങ്ങളുടെ തൊഴിലുടമ വഹിക്കേണ്ടതാണ്. നിങ്ങളുടെ റെസിഡൻസി പെർമിറ്റിന് വേണ്ടി നിങ്ങളുടെ തൊഴിലുടമ പണം നൽകേണ്ടതാണ്. നിങ്ങളോട് പണമടയ്ക്കുവാൻ ആവശ്യപ്പെടുന്ന എന്തിൻ്റെയും രസീതുകൾ സൂക്ഷിക്കുക. ഒപ്പിട്ട നിങ്ങളുടെ ജോലി ഓഫറിൻ്റെ ഒരു പകർപ്പ് സൂക്ഷിക്കുക. നിങ്ങളുടെ കരാർ നിങ്ങളുടെ ജോലി ഓഫറിന് സമാനമായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ ഒപ്പിട്ട കരാറിൻ്റെ ഒരു പകർപ്പ് സുരക്ഷിത സ്ഥലത്ത് സൂക്ഷിക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ രേഖകൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൈവശം സൂക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. വന്നതിന് ശേഷം ജോലിയില്ലേ? നിങ്ങളുടെ വേതനം കൃത്യസമയത്ത് മുഴുവനായും ലഭിക്കുന്നില്ലേ? ലേബർ ഓഫീസിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റൈസേഷനിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സുഹൃത്തുണ്ടായിരിക്കും. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. താങ്കളുടെ കരാറും വ്യക്തിഗത ഐഡന്റിറ്റിയും ഒപ്പുവെക്കുന്നതിനായി നിങ്ങളുടെ തൊഴിൽ കരാർ നിങ്ങളുടെ തൊഴിലുടമ നിങ്ങളെ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് റെസിഡൻസി പെർമിറ്റ് ലഭിക്കുന്നതിനായി തൊഴിലുടമയ്ക്ക് നിങ്ങളുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ രേഖകൾ ആവശ്യമായി വരുന്നതാണ്. നിങ്ങളുടെ റെസിഡൻസി പെർമിറ്റ് നൽകിക്കഴിഞ്ഞാൽ തൊഴിലുടമ നിങ്ങളുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ രേഖകൾ നിങ്ങൾക്ക് തിരികെ നൽകേണ്ടതാണ്. സാധാരണഗതിയിൽ ഒരു ദിവസത്തെ ഡ്യൂട്ടി സമയം 8 മണിക്കൂറാണ്. ചില ജോലികൾക്ക് അത് 9 മണിക്കൂറാണ്. റമദാൻ മാസത്തിൽ നോമ്പുകാലത്ത് ജോലി സമയം 6 മണിക്കൂറാണ്. ഈ സാധാരണ ഡ്യൂട്ടി സമയത്തിനിടയിൽ 1 മണിക്കൂർ സമയം വിശ്രമത്തിന് നൽകേണ്ടതാണ്. അധിക ജോലി: ഒരു ദിവസത്തെ പരമാവധി അധിക ജോലി 2 മണിക്കൂറാണ്. കമ്പനിക്ക് വന്നേക്കാവുന്ന അതിമാരകമായ ഒരു നഷ്ടം തടയുന്നതിനായി ഈ പരിധി ദീർഘിപ്പിക്കാവുന്നതാണ്. താഴെ പറയുന്ന പ്രകാരമാണ് അധിക ജോലിയുടെ പ്രതിഫലം കണക്കാക്കപ്പെടേണ്ടത്. സാധാരണ ജോലി ദിവസങ്ങളിൽ വൈകിട്ട് 9 മണിക്ക് മുമ്പുള്ള അധിക ജോലിക്ക് ആകെ മണിക്കൂറുകൾ കണക്കെടുത്ത് ടോട്ടൽ ശമ്പളത്തിന്റെ 25% നൽകേണ്ടതാണ്. വൈകിട്ട് 9 മണിക്കും പുലർച്ചെ 4 മണിക്കും ഇടയിലുള്ള അധിക ജോലിക്ക് ടോട്ടൽ ശമ്പളത്തിന്റെ 50% പ്രതിഫലം നൽകേണ്ടതാണ്. വെള്ളിയാഴ്ചകളിലെ ഓവർ ടൈമിന് ബേസിക് സാലറിയുടെ 50% നൽകേണ്ടതാണ്. പൊതു അവധി ദിനങ്ങളിൽ ടോട്ടൽ സാലറിയുടെ 50%വും പുറമെ മറ്റൊരു പ്രവൃത്തി ദിനത്തിൽ അവധിയും നൽകേണ്ടതാണ്. മറ്റൊരു ദിവസം അവധി നൽകുന്നില്ലെങ്കിൽ ബേസിക് സാലറിയുടെ 150%. തുടരെ 2-ൽ കൂടുതൽ വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി ഓവർ ടൈം നൽകൽ അനുവദനീയമല്ല. നിയമാനുസൃതമായി ഒരു തൊഴിലാളി അവധിയിൽ പ്രവേശിക്കുമ്പോൾ നിയമപ്രകാരമുള്ള അവധിക്കാലത്തെ പൂർണ്ണ ശമ്പളം നൽകേണ്ടതാണ്. അവധി ദിനങ്ങൾ: തൊഴിലാളിയുടെ അവധി ദിനങ്ങൾ താഴെ പറയും പ്രകാരമാണ്. ഹജ്ജ്, ഉംറ ലീവ് 30 ദിവസം ശമ്പളം ലഭ്യമല്ല. ആഴ്ചയിലെ അവധി വെള്ളിയാഴ്ച. വാർഷിക അവധി 30 ദിവസം പൂർണ്ണ ശമ്പളത്തോടെ. മെഡിക്കൽ ലീവ്: ആദ്യ 15 ദിവസം മുഴുവൻ സാലറിയും ലഭിക്കും. ശേഷം 30 ദിവസം പകുതി സാലറി ലഭ്യമാകും. ബാക്കിയുള്ള ദിവസങ്ങൾക്ക് സാലറി ഉണ്ടാവുന്നതല്ല. പ്രസവാവധി 45 ദിവസം മുഴുവൻ സാലറിയോടെ. പുതുവർഷാവധി 1 ദിവസം ശമ്പളത്തോടുകൂടെ. ഹിജ്റ വർഷാരംഭം 1 ദിവസം ശമ്പളത്തോടുകൂടെ. ചെറിയ പെരുന്നാൾ 2 ദിവസം ശമ്പളത്തോടുകൂടെ. ബലിപെരുന്നാളും അറഫ ദിനവും 3 ദിവസം ശമ്പളത്തോടുകൂടെ. UAE ദേശീയ ദിനം 1 ദിവസം. നബിദിനം 1 ദിവസം പൂർണ്ണ ശമ്പളത്തോടുകൂടെ. ഇസ്രാ മിഅ്റാജ് ദിനം 1 ദിവസം പൂർണ്ണ ശമ്പളത്തോടുകൂടെ. ജോലി ആരംഭിക്കുന്നു. എപ്പോൾ ജോലി ചെയ്തു തുടങ്ങണം? കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? നിങ്ങൾ വന്നാലുടൻ നിങ്ങളുടെ ജോലി ചുമതലകൾ നിർവഹിക്കുവാൻ നിങ്ങളുടെ തൊഴിലുടമ നിങ്ങളെ പ്രാപ്തനാക്കേണ്ടതാണ്. നിങ്ങൾ വന്നതിനു ശേഷം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് തൊഴിൽ കരാർ ലഭിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ കഴിയാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ലേബർ ഓഫീസിൽ അറിയിക്കുക. നിയമലംഘനം ഒഴിവാക്കുന്നതിനായി ലേബർ ഓഫീസിൽ അറിയിക്കാതെ മറ്റു ജോലികൾ സ്വീകരിക്കരുത്. നിങ്ങളുടെ തൊഴിലുടമ നിങ്ങൾക്ക് തൊഴിൽ കരാർ നൽകുന്നതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നൽകുന്നതിലോ വീഴ്ച വരുത്തുന്ന പക്ഷം മറ്റൊരു ജോലി കണ്ടെത്തുന്നതിന് ലേബർ ഓഫീസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. കരാർ അവസാനിപ്പിക്കലും തർക്കങ്ങളും:
എന്റെ തൊഴിലുടമയ്ക്ക് വേണ്ടി തുടർന്നും ജോലി ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്റെ തൊഴിലുടമ തൊഴിൽ കരാർ പ്രകാരമുള്ള അദ്ദേഹത്തിന്റെ ബാധ്യതകൾ പാലിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഇരു കക്ഷികളും അവരുടെ ബാധ്യതകൾ നിറവേറ്റുന്നില്ലെങ്കിൽ മറ്റേ കക്ഷിക്ക് തൊഴിൽ കരാർ അവസാനിപ്പിക്കുവാൻ മുൻകൈയെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ തൊഴിലുടമ കരാർ പ്രകാരമുള്ള അവരുടെ പ്രതിബദ്ധത നിറവേറ്റുന്നില്ലെങ്കിൽ സഹായത്തിനായി അടുത്തുള്ള ലേബർ ഓഫീസിൽ അറിയിക്കുക. നിങ്ങളുടെ തൊഴിലുടമ നിങ്ങൾക്ക് നൽകുവാനുള്ള കുടിശ്ശിക കിട്ടുവാൻ ലേബർ ഉദ്യോഗസ്ഥർ നിങ്ങളെ സഹായിക്കും. കൂടാതെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മറ്റൊരു ജോലി കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നതുമാണ്. എന്റെ തൊഴിലുടമയുമായുള്ള കരാർ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ തൊഴിൽ കരാർ അവസാനിപ്പിക്കുന്നതിനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടത് പ്രധാനമാണ്. അതിന്റെ അർത്ഥം നിങ്ങളുടെ തൊഴിലുടമ കരാർ ലംഘിച്ചുവെങ്കിൽ പോലും നിങ്ങളുടെ തൊഴിലുടമയെ വിട്ട് മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിച്ചെന്നു വരില്ല. അതിനു പകരം സഹായത്തിനായി ലേബർ ഓഫീസിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. എന്തെങ്കിലും കുടിശ്ശിക നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിനും കൂടാതെ പുതിയ വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിന് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ മറ്റൊരു ജോലിക്കും ലേബർ ഓഫീസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇരുവരെയും ലേബർ ഓഫീസ് സഹായിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു പുതിയ തൊഴിലുടമയിലേക്ക് മാറുന്നു. എന്റെ കരാർ അവസാനിപ്പിച്ചു. ഒരു പുതിയ തൊഴിലുടമയ്ക്ക് വേണ്ടി ജോലി ചെയ്യാൻ എനിക്ക് കഴിയുമോ? താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഒരു പുതിയ വർക്ക് പെർമിറ്റ് ലഭിക്കുവാൻ നിങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കും. നിങ്ങളുടെ നിശ്ചിത കാലാവധി കരാർ പൂർത്തിയായി പുതുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ. പുതുക്കിയ ഒരു നിശ്ചിത കാലാവധി കരാർ അവസാനിപ്പിക്കുമ്പോൾ അറിയിപ്പും നഷ്ടപരിഹാരവും നിങ്ങൾ പാലിച്ചുവെങ്കിൽ. നിങ്ങളുടെ കരാർ അനിശ്ചിതമാണെങ്കിൽ അതിലെ ടെർമിനേഷൻ ക്ലോസ് പ്രകാരം നിലവിലെ തൊഴിലുടമയ്ക്ക് ഉചിതമായ അറിയിപ്പ് നിങ്ങൾ നൽകുന്നുവെങ്കിൽ. തൊഴിലുടമ തൊഴിൽ കരാർ പ്രകാരമുള്ള അവരുടെ കടമ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നുവെങ്കിൽ, പക്ഷേ ഇത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റൈസേഷൻ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ തൊഴിലുടമയുമായി ചെലവഴിച്ച സമയം പരിഗണിക്കാതെ നിങ്ങളുടെ തൊഴിലുടമയുമായി നിങ്ങൾ 6 മാസം പൂർത്തിയാക്കുകയും നിങ്ങളുടെ തൊഴിലുടമയുമായുള്ള പരസ്പര സമ്മതപ്രകാരം നിങ്ങൾ തൊഴിൽ കരാർ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റൈസേഷന്റെ തരംതിരിക്കൽ പ്രകാരം സ്കിൽ ലെവലിൽ 1, 2 അല്ലെങ്കിൽ 3 പെടുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ 6 മാസം എന്ന നിയന്ത്രണത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. ഈ സ്കിൽ ലെവൽ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുടമയോട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഓഫീസിലെ ലേബർ ഉദ്യോഗസ്ഥനോട് ചോദിക്കുക. ചുവടെയുള്ള സാഹചര്യങ്ങളിൽ ഒരു പുതിയ വർക്ക് പെർമിറ്റ് ലഭിക്കുവാൻ നിങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല. നിങ്ങളുടെ നിശ്ചിത കാലാവധി കരാറിന്റെ കാലയളവ് പൂർത്തിയാകുന്നതിന് മുമ്പ് കരാർ അവസാനിപ്പിക്കുന്നതിന് നിങ്ങൾ മുൻകൈയെടുക്കുക. നിങ്ങളുടെ പരിധിയില്ലാത്ത കരാറിൽ അറിയിപ്പ് നൽകുകയെന്ന ആവശ്യം അനുസരിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടുക. കാലാവധി പരിധിയുള്ള കരാർ അവസാനിപ്പിക്കുന്നതിന് നിങ്ങൾ മുൻകൈയെടുക്കുമ്പോൾ അറിയിപ്പ് നൽകാതിരിക്കുക അല്ലെങ്കിൽ നഷ്ടപരിഹാര ആവശ്യങ്ങൾ നിങ്ങൾ പാലിക്കാതിരിക്കുക. നിങ്ങളുടെ നിലവിലെ തൊഴിലുടമയിൽ നിങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നതിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിലോ നിങ്ങൾ നിസ്സംശയം പരാജയപ്പെടുക. മുന്നറിയിപ്പ് കൂടാതെ പിരിച്ചുവിടൽ. തൊഴിലുടമക്ക് തൊഴിലാളിയെ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് കൂടാതെ പിരിച്ചുവിടാവുന്നതാണ്. തൊഴിലാളി പേരിലോ പൗരത്വത്തിലോ ആൾമാറാട്ടം നടത്തുക അല്ലെങ്കിൽ വ്യാജരേഖകളോ സർട്ടിഫിക്കറ്റുകളോ സമർപ്പിക്കുക. നിയമാനുസൃതമായ പ്രൊബേഷൻ പീരിയഡിലോ അഥവാ പരിശോധനാ ഘട്ടത്തിലോ അത് അവസാനിക്കുന്ന സമയത്തോ തൊഴിൽദാതാവിന് തൊഴിലാളിയെ പിരിച്ചുവിടാം. തൊഴിലാളിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവ് കാരണം കമ്പനിക്ക് വൻ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ പിഴവ് സംഭവിച്ച് 48 മണിക്കൂറിനുള്ളിൽ തൊഴിൽ മന്ത്രാലയത്തെ വിവരമറിയിക്കണമെന്ന നിബന്ധനയോടുകൂടി തൊഴിലാളി സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ തൊഴിലാളിയെ പിരിച്ചുവിടാം. അതേസമയം ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി പ്രദർശിപ്പിക്കേണ്ടതാണ്. തൊഴിലാളി അക്ഷരാഭ്യാസമില്ലാത്ത ആളാണെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കണം. ലേബർ കോൺട്രാക്ട് പ്രകാരമുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ തൊഴിലാളി പരാജയപ്പെടുകയും ആ വിഷയത്തിൽ വേണ്ട വിശകലനങ്ങൾ നടത്തുകയും മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിട്ടും നിലവാരം മെച്ചപ്പെടുന്നില്ലെങ്കിൽ പ്രസ്തുത തൊഴിലാളിയെ പിരിച്ചുവിടാവുന്നതാണ്. വിശ്വാസവഞ്ചന, പെരുമാറ്റദൂഷ്യം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ കോടതി ആത്യന്തികമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ തൊഴിലാളിയെ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടാവുന്നതാണ്. തൊഴിലാളി തൊഴിൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയെന്ന് ബോധ്യപ്പെട്ടാൽ, തൊഴിലാളി ഉത്തേജക മരുന്നുകളോ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ, ജോലി സമയത്ത് ഒരു തൊഴിലാളി തൊഴിലുടമയെയോ മേലുദ്യോഗസ്ഥനെയോ സഹപ്രവർത്തകരെയോ ആക്രമിക്കുന്നുവെങ്കിൽ വ്യക്തമായ കാരണവും നീതീകരണവും കൂടാതെ വർഷത്തിൽ 20 ദിവസമോ അല്ലെങ്കിൽ തുടർച്ചയായി 7 ദിവസമോ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും പ്രസ്തുത തൊഴിലാളിയെ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടാവുന്നതാണ്. താങ്കൾ താഴെ വീഴുന്നത് തടയാൻ പ്ലാറ്റ്ഫോമിന് ചുറ്റും സുരക്ഷാ ഭിത്തി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കോണിയുടെ നീളത്തിൻ്റെ 1/4 ഭാഗം അഥവാ 1/4 ദൂരം ചുമരിൽ നിന്ന് അകറ്റിവെക്കുക. വീഴ്ച തടയാനായി ഉയരങ്ങളിൽ പണിയെടുക്കുന്നവർ നിർബന്ധമായും സുരക്ഷാ ബെൽറ്റ് ധരിക്കണം.
സ്കഫോൾഡ് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കി വെക്കുമ്പോൾ നിർബന്ധമായും താഴെ ഇറങ്ങുക. ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്കഫോൾഡിന്റെ ചക്രങ്ങൾ ഭദ്രമായി ഉറപ്പിക്കുക. സ്കഫോൾഡ് ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്ന് മതിയായ അകലം പാലിച്ച് മാത്രം ഫിറ്റ് ചെയ്യുക. വെൽഡിംഗ് ജോലികൾ തുടങ്ങുന്നതിന് മുമ്പ് തീ പടരാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഒഴിവാക്കുക. തീ ആളിപ്പടരുന്ന പദാർത്ഥങ്ങൾക്ക് സമീപത്ത് പുകവലിക്കരുത്. കുഴികൾ അടച്ചുവെക്കുകയോ അല്ലെങ്കിൽ അതിനു ചുറ്റും സുരക്ഷാവേലി കെട്ടുകയോ ചെയ്യണം. വൈദ്യുതാഘാതം തടയുന്നതിനായി കേബിളുകൾ ഭദ്രമായും സുരക്ഷിതമായും ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ജോലി തുടങ്ങുന്നതിന് മുമ്പ് ജോലിസ്ഥലത്തെ പ്രതിബന്ധങ്ങൾ നീക്കുക. കയറാൻ ഉപയോഗിക്കുന്ന ലാഡർ കയറുന്ന ചുമരിനേക്കാൾ 1 മീറ്ററെങ്കിലും ഉയരം കൂടുതൽ വേണം. ഉയർത്തപ്പെടുന്ന വസ്തു താഴെ വീഴില്ലെന്ന് ഉറപ്പുവരുത്തുക. മുകളിലേക്ക് ഉയർത്തപ്പെടുന്ന വസ്തു ഭദ്രമായി കെട്ടുക. കവറിംഗ് ഭദ്രമാക്കുകയും കൂട്ടത്തിൽ നിന്നൊന്നും താഴെ വീഴില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അഥവാ 12:30 മുതൽ 3 മണി വരെ തൊഴിലാളികളെ തുറന്ന പ്രദേശത്ത് സൂര്യപ്രകാശത്തിൽ ജോലി ചെയ്യിക്കരുത്. ചില നല്ല നടപടികൾ: തുടരെ വെയിലേൽക്കുന്നത് കുറക്കുക. ഇടയ്ക്കിടെ വിശ്രമം നൽകുക. വിശ്രമസ്ഥലങ്ങൾ സജ്ജീകരിക്കുക. കൊടും ചൂടുള്ള മണിക്കൂറുകളിൽ ജോലി നിർത്തിവെക്കുക. സ്റ്റാഫ് ഷെഡ്യൂളിങ്ങും റൊട്ടേഷനും ഉപയോഗപ്പെടുത്തുക. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ തൊഴിലാളികളെയും മേൽനോട്ടക്കാരെയും പരിശീലിപ്പിക്കുക. ജലപാനത്തിന് കൂടുതൽ അവസരവും സാഹചര്യവും നൽകുക. വിയർപ്പ് വഴിയുള്ള ലവണനഷ്ടം തടയുന്നതിനായി റീഹൈഡ്രേഷൻ പദ്ധതികൾ നടപ്പാക്കുക. ഹീറ്റ് കാർഡും പ്രഥമ ശുശ്രൂഷയും സൈറ്റിൽ തന്നെ ലഭ്യമാക്കുക. കടുത്ത ചൂട് ഒരു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾക്കു കാരണമായേക്കാം. താഴെ പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. അവ മുഴുവൻ ഒരേ സമയത്ത് പ്രകടമാവണമെന്നില്ല. ഇവയിലൊന്നോ ചിലതോ പ്രകടമായാൽ കഠിന ചൂട് താങ്കളെ ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. തലകറക്കം, മനം പുരട്ടൽ, തലവേദന എന്നിവ അനുഭവപ്പെടുക. പേശി വലിവ്, ശക്തിക്ഷയവും ക്ഷീണവും അനുഭവപ്പെടുക. മൂത്രത്തിന് നിറവ്യത്യാസവും അളവ് കുറവും അനുഭവപ്പെടുക. അശ്രദ്ധയും പെട്ടെന്ന് ദേഷ്യപ്പെടലും ഉണ്ടാവുക. രക്തസമ്മർദ്ദം കുറയൽ, ബോധക്ഷയം, ചില ഗുരുതര സാഹചര്യങ്ങളിൽ മരണം വരെ സംഭവിച്ചേക്കാം. താഴെ പറയുന്ന പ്രഥമ ശുശ്രൂഷകൾ കൈക്കൊള്ളുക. തണലും തണുപ്പുമുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കുക. ഫാനോ നനഞ്ഞ തുണിയോ ഉപയോഗിച്ച് റീഹൈഡ്രേഷന് സഹായകമായ ലവണങ്ങളടങ്ങിയ ശീതളപാനീയങ്ങൾ ഉപയോഗിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 800-665. സുരക്ഷാ ക്രമീകരണങ്ങൾ: പരമാവധി ഡയറക്റ്റ് സൂര്യപ്രകാശത്തിൽ നിന്ന് അകന്നു നിൽക്കുക. തൊപ്പിയോ കുടയോ ഉപയോഗിക്കുക. താങ്കളുടെ തൊലി സെൻസിറ്റീവ് ആണെങ്കിൽ താങ്കൾക്ക് ദീർഘനേരം വെയിലേൽക്കേണ്ടി വരുമ്പോൾ സുരക്ഷാ ലേപനങ്ങൾ ഉപയോഗിക്കുക. ഇടവിട്ട് വെള്ളം ധാരാളമായി കുടിക്കുക. കഴിവതും ഭക്ഷണത്തിലും പാനീയങ്ങളിലും ഉപ്പ് ചേർത്ത് കഴിക്കുക. ചായയ്ക്കും കോഫിക്കും പകരം മറ്റു പാനീയങ്ങൾ ശീലമാക്കുക. എമിറേറ്റ്സിൽ നിങ്ങളുടെ താമസം വിജയകരമാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് നിങ്ങളുടെ അവകാശങ്ങളും കടമകളും അറിയുന്നത് നിങ്ങളെ സഹായിക്കും. ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംക്ഷിപ്ത രൂപം UAE തൊഴിൽ കരാറിന് കീഴിൽ നിങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങളെയും ചുമതലകളെയും കുറിച്ചുള്ള ഒരു അവലോകനം നൽകുന്നു. നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നിലകൊള്ളുന്നു. അതുകൊണ്ട് ഞങ്ങളെ സമീപിക്കുവാൻ മടിക്കരുത്.